ഇ-മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. മധുര സംഗീതത്തിന്റെ സ്നേഹമുഹൂർത്തങ്ങൾ, കുട്ടിക്കുറുമ്പുകളുടെ കുരുന്നു കൊഞ്ചലുകൾ, ചിരി നിറയുന്ന സ്നേഹ സല്ലാപത്തിന്റെ വർണ്ണസന്ധിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ഈ മാസ്റ്റർ പ്രസന്റ് സൈലം മ്യൂസിക് ഉത്സവിൽ സംഗീത സാന്ദ്രമായ വർണ്ണസന്ധിയിലേക്ക് കുഞ്ഞുപാട്ടിന്റെ കൊഞ്ചലുമായി നമ്മുടെ കൊച്ചു പാട്ടുകാരെത്തുന്നു. വെൽക്കം.
അരുൺ നല്ല രസമായിരുന്നു ഇത്. കഥ പറയുമ്പോൾ അല്ലേ, അതെ അതെ എന്നുള്ള സിനിമയില് വിനീതാണ് പാടിയിരിക്കുന്നത്. എം ജയചന്ദ്രന്റെ മ്യൂസിക്കും വിനീതും ശ്വേതയാണോ അല്ലേ? ഭയങ്കര രസമായിട്ട് പാടി. വിനീത് പാടിയ പാട്ട് വേറൊരാൾ പാടുമ്പോൾ നമുക്ക് ആ വോയിസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ അരുൺ പാടിയപ്പോൾ അരുണിൻ്റെതായ സ്റ്റൈലിലാണ് പാടിയിരിക്കുന്നത്. പക്ഷെ ആ ട്യൂണിനെയോ അല്ലെങ്കിൽ ആ പാട്ടിനെയോ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് പാടി. അതുപോലെ മോള് ശ്വേതയുടെ പാട്ട് ഗംഭീരമാക്കി നന്നായി പാടിയിട്ടുണ്ട്. നല്ല രസമുള്ള നല്ല മെലഡിയാണ് ഈ പാട്ട്. ഇത് എഴുതിയിരിക്കുന്നത് ഗിരീഷാവുന്നു അല്ലേ? ആ സിനിമയിലെ 2 പാട്ടെഴുത്തുകാരും നമ്മളെ വിട്ടുപോയി. അത് ഒന്ന് നമ്മുടെ പനച്ചൂരാനും ഈ കോവിഡ് കാലത്ത് നമ്മളെ വിട്ടുപോയി. അപ്പോൾ ആ 2 ഈ പടത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഗിരീഷിനെയും പനച്ചൂരാനെയാണ് ഓർമ്മ വരിക. എന്തായാലും ഇതൊരു വളരെ ഹൃദ്യമായ ഒരു പാട്ട് പാടിയതിന് വളരെ സന്തോഷം. നന്ദി രണ്ടുപേരോട്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിട്ട് പാടി. ഈ പറഞ്ഞ മാതിരി വിനീത് ശ്രീനിവാസന്റെ വേറിട്ടൊരു ശബ്ദമാണ്. അത് വേറെ ആരെങ്കിലും പാടുമ്പം വേറെ ലെവലിലായി പോകുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇല്ല, അതിനെ ഈ പറഞ്ഞ മാതിരി ഒട്ടും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. വളരെ നന്നായിട്ട് രണ്ടുപേരും പാടി. പിന്നെ കഥ പറയുമ്പോൾ എന്ന സിനിമ സൂപ്പർ ഹിറ്റാണ്. അന്നത്തെ കാലത്ത് മുകേഷും ശ്രീനിവാസനും തന്നെയാണ് ആ പടം നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ തിരക്കഥാ സംഭാഷണം ശ്രീനിവാസനാണ്. ശ്രീനിവാസന്റെ അളിയൻ മോഹനാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ ഈ പടം ഇത്രയും ഹിറ്റായതും നല്ല സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹിന്ദിയിൽ ഷാരൂഖ് ഖാൻ അഭിനയിച്ചപ്പോൾ ഡയറക്റ്റ് ചെയ്ത് പ്രിയദർശനാണ്. പിന്നെ തമിഴിൽ രജനീകാന്താണ് അഭിനയിച്ചത്. ഇത്രയും ഏരിയകളിലേക്ക് ആ പടം പോയി എന്നുള്ളതാണ് ഞാൻ പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ നിങ്ങൾ നന്നായിട്ട് പാടി, വളരെ നല്ല ഫീലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാനുള്ളത്, അസലായിട്ടുണ്ട് കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ. അത് മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ലേ? ഞാനും ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ സിനിമ നല്ല രസമായിരുന്നു. അതിലല്ലേ ഇന്നസെന്റ് ഞങ്ങളുടെ ക്യാരക്ടറിന്റെ പേര് ഈപ്പച്ചൻ മുതലാളി. ഇടയ്ക്ക് ഈച്ചപ്പൻ. ഞാനിപ്പോ പെട്ടെന്ന്. അതെ. അപ്പൊ എന്തായാലും സിനിമയിലുള്ള പാട്ട് അസലായിട്ട് 2 ആളും ഗംഭീരമായിട്ട് പാടി. നമുക്ക് നല്ല സന്തോഷം കേട്ടോ. ഓക്കെ. ദേവനന്ദ സൂപ്പർ ആയിരുന്നു. അരുൺ കിടിലോസ്കി. പറയേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു നമ്മളൊക്കെ ഒരു വഴിയായി. ഈ പാട്ടില് തബല വായിച്ചിരിക്കുന്നത് ഒറിജിനലി നമ്മുടെ അരുണാണ്. ഈ നിൽക്കുന്നത് ഒരു പ്രതിഭാസമാണ്. സകലകല വല്ലഭൻ എന്നൊക്കെ പറയുന്നതല്ലേ. പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്, തബലയുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, കീബോർഡ് ഉണ്ട്. അതെന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ആ തബല വായിച്ച അവസ്ഥ അതെന്തായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഞാൻ സ്റ്റാർ സിംഗർ കഴിഞ്ഞ സമയത്ത് എം ജയചന്ദ്ര സാറ് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പോയിരുന്നോ, ഞാൻ പറഞ്ഞു എപ്പോൾ റെഡി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വണ്ടി കയറിയതാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നിവേദിയാണ്. അത് മുതൽ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ട്. കഥ പറയുമ്പോൾ എത്തിയപ്പോഴേക്ക് ഫുൾ ഇതിൻ്റെ കമ്പോസിങ്. അപ്പം സാറ് എന്നോട് പറഞ്ഞു ഇതിൻ്റെ താളം നമുക്കെങ്ങനെ റെഡിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇട്ട നമ്മൾ പാറ്റേണ് മാമ്പുള്ളിക്കാവിൽ എന്ന് പറയുമ്പോൾ അത് ആദ്യം നമുക്ക് കോമൺ ആയിട്ട് തോന്നുന്നൊരു പാറ്റേൺ ആണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു അത് വേണ്ട, അതിൻ്റെ വേറെ ഉൾട്ടയടിക്ക് കിടക്കെന്ന് പറഞ്ഞൊരു സാധനം വെച്ച് അന്നേരമാണ് അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ജിങ്കടക്ക് ജിക്ട ജിങ്കടക്ക് ജിക്ട എന്ന് വെച്ചാൽ റെക്കോർഡിങ്ങിന് ഞാനും നമ്മുടെ ശരത് സാറിൻ്റെ ചേട്ടനുണ്ട്. ആ ചേട്ടനും ഞാനും കൂടിയാണ് ഇത് വായിച്ചത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ദേവുട്ടി അരുൺ ചേട്ടാ ഓൾ ദി ബെസ്റ്റ്. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്, സന്തോഷമാണ്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു കിടിലൻ പാട്ടുമായിട്ട് 2 കിലുക്കാൻ പെട്ടികൾ എത്തുകയാണ്. വെൽക്കം ശ്രീനന്ദ ആൻഡ് ദേവന ശ്രീയ.
നമ്മുടെ പാട്ട്? കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലോ? അതിഗംഭീരമായില്ലേ? ദേവനശ്രീയും നന്ദുവും ഡയറക്ടർ സിദ്ദിഖ് പറയായിരുന്നു, കണ്ണടച്ചിരുന്നിട്ട് തോന്നിയപ്പോൾ രണ്ടും ഒരാൾ പാടുന്നതായിട്ട് തോന്നുന്നു. അത്രയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ചേർച്ച ഭയങ്കരമായിരുന്നു. ഇടയ്ക്ക് ആ പാവാട പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കാണിച്ചില്ലേ, അതൊന്ന് കാണിച്ച് എങ്ങനെയാ അത്? എങ്ങനെയായിരുന്നു? എനിക്കത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് തേന്മാവിൻ കൊമ്പത്തില് ശോഭനൊരു മാനം തെളിഞ്ഞ് നിന്നേന്നുള്ള പാട്ടിന് ശോഭനൊരു മൂവ്മെന്റ് ഇതാണ്. അപ്പൊ മനസ്സിലായ ഞാനൊരു നല്ല ഭാഗ്യം നോക്കിയാണ് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്. അത് എത്ര വർഷത്തിന് മുമ്പ് ഇറങ്ങിയ പടമാണ്. ആ മാനം തെളിഞ്ഞ ഫസ്റ്റിൽ വരുന്നത് തന്നെ ഒരു പാവാട ഇങ്ങനെ പിടിച്ചുള്ള വുമൻസും ഈ വുമൻസും കൂടുതലുണ്ട്. അത് നിങ്ങൾ ചെയ്തപ്പോൾ നല്ല എന്താ പറയുക, നമ്മളൊരു നല്ല ഓമനത്വം ഉണ്ടായിരുന്നു, അതിനൊരു ഗ്രേസ് ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് നിങ്ങൾ പാട്ടും വളരെ നന്നായിട്ട് പാടി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ചില ഇരട്ട കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷെ ഒരാൾക്ക് പാടാൻ അറിയാം, ഒരാൾക്ക് പാടാൻ അറിയത്തില്ല. പക്ഷെ ഇന്നസെന്റ് തന്നെ കൊച്ചു ഇരട്ടകളാണ്. രണ്ടുപേരും പാടുവോ അതോ രണ്ടുപേരും ഓരോ വഴക്കടിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോദിക്കുമ്പോൾ പറയും, എനിക്കറിയില്ല. ഒന്നുമില്ല, അവര് ഈ അത്യാവശ്യം തബലയൊക്കെ വായിക്കും. തബല അവർ രണ്ടും രണ്ടായിട്ട് വായിക്കോ, ഒരാൾ തന്നെ രണ്ടും വായിക്കോ? ഒരേപോലെ തന്നെ അവര് പഠിക്കണത് എന്റെ തലയിൽ അടിച്ചിട്ടാ. അത് കേൾക്കാനല്ലേ അറിയാവുന്നതാണ്. ആ കുട്ടികൾ തബലയും കൊട്ടില്ല, ഒന്നും ചെയ്യില്ല. മനസ്സിലായില്ല? പാട്ട് ഗംഭീരമായി. എനിക്ക് അവരെ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. ഹലോ ദേവനശ്രീയ, ശ്രീനന്ദ, നിങ്ങൾ ഭയങ്കര സ്റ്റാർസാണ്. കേരളത്തിൽ മാത്രമല്ല, ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തെല്ലായിടത്തുള്ള മലയാളികൾ നിങ്ങളുടെ ഒക്കെ ഫാൻസാണ്. ഗംഭീരമായിരുന്നു രണ്ടുപേരും. ഞാൻ രാജുവിനോട് പറഞ്ഞത് സത്യമാണ്. ആര് കണ്ണടച്ചിരുന്ന് കേട്ടാൽ ഒരാൾ പാടുന്ന പോലെ അത്രയും ശ്രുതി അത്രയും ചേർന്നിട്ടാണ് നിങ്ങൾ പാടിയത്. അത്രയും സിങ്കർണൈസ് ചെയ്താണ് നിങ്ങൾ പാടിയത്. വലിയ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ചേച്ചിമാര് തകർത്ത് കളഞ്ഞു. മിഴി രണ്ടിലും എന്ന സിനിമയില് ഡബിളാ ചെയ്തിരിക്കുന്നത്. ആ പാട്ട് കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങള്? എന്ന് പറഞ്ഞാൽ കാവ്യ ചേച്ചിയെ പോലെ തന്നെയാ തോന്നിയത്. രണ്ടുപേരും ഒരുപോലത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഒരേപോലെ ഒരേ സ്വരത്തിൽ നല്ല രസമായിട്ട് പാടി എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് കേട്ടാ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി വരണേ. ഈ മാസ്റ്റർ പ്രസന്റ് സൈലം മ്യൂസിക് ഉത്സവിൽ ആയോധന കലയുടെ ചുവടുകളുമായി രണ്ട് മിടുക്കന്മാർ എത്തുകയാണ്. വെൽക്കം അബി ആൻഡ് ഡിജേഷ്. ഞങ്ങളുടെ നാട്ടിലൊരു കളരി പഠിപ്പിക്കുന്ന ആശാനുണ്ടായിരുന്നു, ഗുരുക്കള്. അന്ന് കുറേ പേര് കളരി പഠിച്ചിരുന്നു. അപ്പൊ അന്നൊക്കെ കേട്ടിട്ടുണ്ട്, ചാടി കെട്ടി ചവിട്ടി കുട്ടി ചവിട്ടി ഇടത്ത് വലത്ത് തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു സ്ഥലത്തേക്കും അമരാനും ഇല്ല, ഒന്നിനും ഇല്ല. ഞാൻ മാറി നിൽക്കുള്ളൂ. പക്ഷെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. എവിടെങ്കിലും ഒന്ന് തെറ്റിയാൽ അടി അപ്പം വീഴും. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കളരി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും കളരി സ്ഥിരം പഠിക്കുന്നുണ്ടാ? അപ്പൊ നിങ്ങൾ ഈ വലിയ ചൂരിൽ അടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ക്ലാസ്സിൽ ടീച്ചർ ചെറിയ ചൂരിലുണ്ടുവരുമ്പം ഒരു പേടിയും കാണില്ല അല്ലേ? പക്ഷെ നമ്മുടെ കളരിയൊക്കെ കേരളത്തിന്റെ ഈ കളരി വെളി രാജ്യങ്ങളില്, ഈവൻ മറ്റ് സിനിമകളില്, നമ്മുടെ ഷാരൂഖ് ഖാന്റെ പടത്തിൽ അല്ലേ, പല പടങ്ങളിലൊക്കെ വന്നു തുടങ്ങി.
ഈ കളരിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ അടിതട കൂടാതെ ഒരു കൊറിയോഗ്രാഫിയും കൂടെ ഉണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളിലൊക്കെ ഒരു ഡാൻസൊക്കെ വരുന്ന ഒരു മെയ്വഴക്കം അതിനുമൊക്കെ വേണ്ടാണ്. നമ്മൾ എന്താ പറയുക, എൻ്റർ ദ ഡ്രാഗൺ പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ അതിനകത്ത് നിന്നാണല്ലോ കരാട്ടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ അതിലൊരു ഗുരുവിനെ വന്ദിക്കാൻ വരുമ്പോൾ പോലും അവർ ബെൻഡ് ചെയ്യുമ്പോൾ പോലും കണ്ണ് ലുക്ക് മാറ്റത്തില്ല. കാര്യം പ്രതിയോഗി അപ്പുറത്ത് നിൽക്കുന്ന ആൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല, സഡനായിട്ട് അറ്റാക്ക് ചെയ്യുമോ എന്തെന്ന് അറിയില്ല. അപ്പോൾ അതിന് കുറേ വശങ്ങളും മുറകളും നിങ്ങൾ അതൊക്കെ പഠിച്ചു തുടങ്ങിയോ? നന്നായിരുന്നു കേട്ടോ, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു അറപ്പ് നന്നായിരുന്നു. അപ്പൊ അഭിരാം അഭിനയിക്കാൻ തീരുമാനിച്ചിറങ്ങി, എല്ലാം പഠിക്കാം. വെരി ഗുഡ്. എനിക്ക് ഇവനെ കൊണ്ട് വേണം മോഹൻലാലിന് 2 കൊടുപ്പിക്കാൻ കേട്ടാ. നിങ്ങൾ രണ്ടുപേരും വളരെ സിങ്കറൈസിങ് ആയിട്ടാണ് ചുവട് വയ്ക്കുന്നതും ഒക്കെ. രാജു പറഞ്ഞതുപോലെ ഇതിനകത്ത് അഭ്യാസത്തിനോടൊപ്പം തന്നെ ഒരു കൊറിയോഗ്രാഫിയും ഉണ്ട് ഇതിനകത്ത്. വരുന്ന കാലഘട്ടത്തിൽ ഇനി സിനിമയിൽ എന്തൊക്കെ വേഷം വന്നാലും എല്ലാത്തിനും നമ്മൾ എക്യുപ്ഡ് ആയിരിക്കുക. അപ്പോൾ ഒരു ഡ്രീം നമ്മൾ വെച്ചിട്ട് അതിനേക്ക് ഇങ്ങനെ പതുക്കെ 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 വരികയാണ്. അവിടെ എത്തിയിരിക്കും. അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിയിരിക്കും. അങ്ങനെ എത്തട്ടെ അഭിരാമും ഡിജീഷും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. 7ൽ പഠിക്കുന്ന അഭിരാമിനോടാണ് 5ൽ പഠിക്കുന്ന ടീച്ചേഴ്സ് തടഞ്ഞ് ഓ പക്ഷെ രണ്ടുപേരും നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു സർ. ഈ മാസ്റ്റർ പ്രസന്റ് സൈലം മ്യൂസിക് ഉത്സവിൽ ഒരു കുട്ടി കാന്താരിയാണ് ഇനി വേദി തകർക്കാനായിട്ട് വരുന്നത്. വെൽക്കം ദേവ്ന ശ്രീയ. ഹലോ ദേവനക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ഏത് പാട്ടാ പാടാൻ പോണേ? ഞാനും മധുവങ്കളും നമ്മളൊരുമിച്ചാണോ? ഏത് പാട്ട്? അമ്പാടി പൈതൽ. അതാണല്ലേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് വരട്ടെ. ഓക്കെ, എന്നാ പിന്നെ നിങ്ങൾ പാടിക്കോ. ഓൾ ദ ബെസ്റ്റ്.
മധു ബാലകൃഷ്ണനും ദേവനശ്രീയും ഗംഭീരമായിട്ട് പാടി. താങ്ക് യു രാജേട്ടാ. ദേവനശ്രീ ചെറുതായിട്ട് മധു ബാലകൃഷ്ണൻ ഇമിറ്റേറ്റ് ചെയ്തു. അവർ ഡാൻസ് ചെയ്യുന്നപ്പോൾ അതുപോലെ കളിക്കാൻ ശ്രമിച്ചു. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് അല്ലേ? ഞാൻ ദേവനക്കുട്ടിയെ നോക്കണത് ഡാൻസ് ചെയ്യാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു. ദേവനശ്രീ കൂടെ നിന്ന് പാടിയ മധു അങ്കിൾ എങ്ങനെയുണ്ട് പാട്ട്? ഓക്കെ ആണോ? ശരിയാ, ഞാൻ പാടി ശരിയായിരുന്നോ? ആ കുഴപ്പമൊന്നുമില്ല. ഫ്യൂച്ചറുണ്ട്, കയറി വരും. അത് മതി, എനിക്കത് മതി. ഇന്നസെന്റ് ഏട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ദേവനക്കുട്ടി? പിന്നെ അവളാരാ മോള്? അവള് ഇങ്ങനെ 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 പതുക്കെ ആടി ആടി നിക്കല്ലേ അല്ലേ? അസലായിട്ട് ഈ പാടുമ്പോ അവളുടെ മുഖത്ത്, ആ കുട്ടിയുടെ മുഖത്ത് ഒരു ടെൻഷനോ അല്ലേ ഒന്നുമില്ല. ഇനി കൂടെ ഉള്ളത് ആരാണ് അല്ലേ, അതൊന്നും ആ കുട്ടി നോക്കില്ല. പിന്നെ ആ പാട്ട് പാട്ടാണ്. നീ ഇനി ഇങ്ങനെ പറയും അല്ലേ, ഓരോ സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇന്ന ആളുടെ കൂടെ നിന്ന് പാടി, ഇന്ന ആളുടെ ഒക്കെ പറഞ്ഞോ. പക്ഷെ ഇന്നസെന്റ് അങ്കിളിന്റെ കൂടെ നിന്ന് പാടിയിട്ടില്ല. പാടിയിട്ടുണ്ടാ? ഒരു പാട്ട് പാടണോ ഇന്നസെന്റ് ഏട്ടന്റെ കൂടെ, അങ്കിളിന്റെ കൂടെ? ആ റെഡിയാണ്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം പാടാം കേട്ടാ? ഓക്കെ, താങ്ക് യു. ഇക്ക എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു രണ്ടുപേരും. നമ്മുടെ ദേവനശ്രീക്ക് അവർ രണ്ടുപേരും പറഞ്ഞ കാര്യം തന്നെയാണ്. ആരാ കൂടെ പാടണമെന്നൊന്നും ദേവനശ്രീക്ക് പ്രശ്നമല്ല അല്ലേ? ആര് പാടിയാലും നമ്മളങ്ങനെ അടിച്ച് തകർക്കും. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് ദേവനശ്രീയുടെ കൂടെ പാടാനാ പേടി. സത്യത്തിൽ ഈ പാട്ട് പാടിയിട്ട് ഞാൻ കുറെ നാളുകളായി. പണ്ട് ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരുന്നിരുന്ന പാട്ടാണ്. ഇപ്പൊ പാടിയിട്ട് കുറെ നാളുകളായി. ഇപ്പൊ എനിക്ക് പറഞ്ഞു തരാം, അവിടെ മധുവങ്കിള് ഇവിടെ ഞാൻ, അവിടെ മധുവങ്കിള് ഇവിടെ ഞാൻ. മധുവങ്കിളുമായിട്ട് പാടിയപ്പോ ഭയങ്കര കൂളായിരുന്നു. അതെന്താ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ? എന്താ അതിന്റെ കാരണം? എന്താ? അങ്ങനെയൊന്നുമില്ല, മധുവങ്കിള് പാവല്ലേ. പാവാണോ? പാവം. എത്ര വണ്ടി ഉണ്ടെന്ന് അറിയാം, എത്ര കാറുണ്ടെന്ന് അറിയാം. ഭയങ്കര പാട്ടുകാരനല്ലേ പാവം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴാന്നാ തോന്നുന്നേ. ആള് പുലിയാ, ഞങ്ങൾക്കറിയാവുന്ന കാര്യല്ലേ. ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ പാവല്ലേ? ആണോ? ഓക്കെ. അതുപോലെ തന്നെ ജിമ്മാണ്, 6 pack ആണ്. അതൊന്നും അറിയില്ലായിരുന്നോ? ബോക്സർ ഫാമിലി പാക്ക് ആണ്. 6 pack ആക്കണം. ഈ പാട്ട് ഏത് സിനിമയിലാന്നറിയോ മോൾക്ക്? ഈ പാട്ട് ഞാനിവിടെ കോമ്പറ്റീഷന് പാടിയ പാട്ടാണ്. ഒരു ഉദിക്കുന്ന കൂട്ടുന്ന ഒരു പടമാണ്, ചന്ദ്രൻ ഉദിക്കുന്ന. ദിലീപേട്ടന്റെ പാട്ടാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെന്നേ ഉള്ളൂ, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലില്ല. ആ ഭാവമൊക്കെ വരുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ അങ്ങ് വന്ന് അങ്ങ് മുഴുകിയ ദേവനയുടെ പാട്ട്. നല്ല രസമുണ്ട് അത് കണ്ടോണ്ടിരിക്കാൻ. സത്യത്തില് താങ്ക് യു പറയേണ്ടത് ഞങ്ങളാണ്. ഇത്രയും നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു പാട്ട് തന്നതിന് കേട്ടോ. ഓക്കെ മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ടീ മാസ്റ്റർ പ്രസന്റ് സൈലം മ്യൂസിക് ഉത്സവിൽ കുഞ്ഞുചിരിയുടെ പാട്ടിന്റെ മധുരമാണ് മ്യൂസിക് ഉത്സവിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഡാൻസ് ഇഷ്ടമില്ലാത്ത ആരാലേ ഉള്ളത്? അപ്പൊ നമുക്കൊരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് കണ്ടാലോ? സൂപ്പർ അത്ഭുതം. പ്ലാസ്റ്റിക് ഗേൾസ് ആണെന്ന് തോന്നുന്നു. ശരിക്കും രണ്ടുപേരും പേരെന്തൊക്കെയാണ്? എന്റെ പേര് അമ്മു. എന്റെ പേര് അഭിരാം. നിങ്ങൾ തമ്മിൽ നല്ല ജോഡി ദിൽ ദീപാനെന്ന് പറ്റും. ജോഡി ദിൽ ദീപാന കറക്റ്റായിട്ട് ഒത്തു. പിന്നെ നിങ്ങളുടെ മൂവ്മെന്റ്സും ഒക്കെ ഈ സാധാരണ കാണുന്ന ഒരു ഡപ്പാൻ കുത്തു പോലുള്ള പാട്ടിനുള്ള മൂവ്മെന്റ്സ് ഇല്ല, അതിനേക്കാളൊക്കെ നല്ല ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മോൻ ജിംനാസ്റ്റിക്സ് ഒക്കെ പഠിച്ചിരിക്കുന്നു. പഠിച്ചില്ലേ? എത്ര വർഷം? ഒരു വർഷം കൊണ്ട് ഇത്രയും പറ്റുമോ? 40-50 ആള് ഒരു സ്റ്റെപ്പ് പോലും ചെയ്യാതിരിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കണം, പിള്ളേർ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ അസൂയ വരുന്നില്ലേ, കൊതി വരുന്നില്ലേ കണ്ടിട്ട്? ഒരു കാര്യം ചെയ്യും, ഒരു പാത്രത്തിൽ നിറച്ച് ഭക്ഷണം വെക്കും. ഞാൻ എങ്ങനെയാ കഴിക്കണേ നോക്ക, സ്പീഡ് അപ്പൊ അറിയാം നിനക്ക് മോനെ. അതൊക്കെ ഒരു ഇതാണ്. എന്ത് വേദികളുണ്ട്? വേദികളുണ്ട്. പൊളിച്ചു, അത് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ നേരത്തെ അവിടെ വന്ന വഴിക്ക് അവർ രണ്ടുപേരും വന്ന് എന്നെ കാല് തൊട്ട് അവർ വന്നിച്ചു. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇത് കലക്കും. മനസ്സിലായി? കാരണം ആരും എന്റെ കാല് തൊടാൻ വരാറില്ല. മനസ്സിലായി? ആദ്യമായിട്ട് അതുകൊണ്ട് ഇവര് വന്നു. ഞാൻ രാവിലെ വന്ന് അനുഗ്രഹം വാങ്ങിച്ചില്ലേ? നീ അനുഗ്രഹം വാങ്ങിക്കുമ്പോഴും നിന്റെ മുഖത്തൊരു പുച്ഛണ്ടായിരുന്നു. ഞാൻ മുഖത്ത് ഇതിങ്ങനെ വെച്ചിട്ട് പോണ വഴിക്ക് ഇങ്ങനെ, അതായത് ഒരു 65 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ ലിറ്റിൽ ഫ്ലവർ ഗവൺമെന്റ് ഇരിഞ്ഞാലക്കുട അവിടെയാണ്. അപ്പൊ ആ കാലത്തൊന്നും ഒരു ഡാൻസിനും സ്പീഡില്ല. ആ കാലത്തൊന്നും സ്പീഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം ഒരു നല്ല ഡാൻസ് മാഷ് വരെ അവിടെ എത്തിയിട്ടില്ല. പിന്നീടാണ് നമ്മുടെ പരമശിവൻ മാഷൊക്കെ ഇരിഞ്ഞാലക്കുട വന്ന് താമസാക്കിയതൊക്കെ. പരമശിവൻ മനസ്സിലായില്ലേ? നട്ടുവൻ പരമശിവൻ അല്ലേ? നട്ടുവൻ പരമശിവൻ. ആ സമയത്ത്
ഈ ഡാൻസ് പഠിപ്പിക്കുന്നത് കന്യാസ്ത്രീകളാ. അപ്പൊ എങ്ങനെ ഉണ്ടാവും ആലോചിച്ചാൽ മതി. മൂമെന്റ്സ് ഒക്കെ വലിയ പാടായി. ആ മൂമെന്റ്സ്. അപ്പൊ ഒരു പെട്ടി കൊണ്ടുവയ്ക്കുക അവിടെ. ആ പെട്ടിയുടെ മുകളിലൊരു തുണി, ഞാൻ എൻ്റെ അമ്മയാണ് സത്യം ഞാൻ പറയണത്, ഞാൻ കണ്ട് വയ്യാണ്ടായി എനിക്ക്. അതിൻ്റെ മുകളിലൊരു തുണി, ഒരു പട്ട് പോലെ തുണി ഇട്ടിട്ട്, വടക്കുംപാടൻ്റെയാണ് ആ ചേച്ചി, കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ്, തങ്കമ്മ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പൊ വേണമെങ്കിൽ ഒരു 80 വയസ്സുണ്ടാവാം. അവര് വന്നിട്ട് ഒരു പാട്ട് ഇവരെ പാടുന്ന സിസ്റ്റേഴ്സ്, ഈശോയേ ക്രൂശും താങ്ങി പോയ, നമ്മളുടെ ജീവിതം അവസാനിക്കുക. മനസ്സിലായ? സിംഗിൾ ഡാൻസായി പറയണേ. അത് കുറെ കാലം അത് തന്നെയായിരുന്നു ആ കോൺവെന്റിനകത്ത്. ഞാൻ പഠിച്ച കോൺവെന്റാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഓഡിയൻസും ക്രൂശും താങ്ങി, അവരും കുരിശ് താങ്ങിയിട്ട് തന്നെ അവർ നിൽക്കണേ. പിന്നെ ഈ നാടകത്തിലൊക്കെ പെണ്ണ് കാണാൻ വേണ്ടി വരും. പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോ എന്നാ പിന്നെ കാപ്പി കുടിച്ചിട്ട് പോവാം. ആരോട്? ഈ ചെക്കൻ്റെ അപ്പൻ അമ്മ ചെറുക്കനോട് പറയും. അപ്പൊ അവര് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ കോൺവെന്റ് ഇവര് ഒരു വലിയ ട്രേയില് നിറച്ച് പുട്ട്, ഒരു 10-25 ഉണ്ടാവും പുട്ട്. ആകെ 3 പേരേ ഉള്ളൂ. മനസ്സിലായോ? കുറെ പലഹാരങ്ങൾ. അപ്പൊ ആ സമയത്താണെങ്കിലോ എനിക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വൈകുന്നേരം 4 മണി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തിന്നണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നേരത്താണ് ഇതുകൊണ്ട് ഇവർ സ്റ്റേജിൽ കൊണ്ട് കാണിക്കാറുള്ളത്. അപ്പൊ ഇതൊക്കെ അന്നത്തെ ഒരു സംഭവങ്ങളാണ്. ഇതൊക്കെ ഈ ഡാൻസും ഇതൊക്കെ പരമശിവ മാഷ് വന്നതിന് ശേഷം ഡാൻസ് എന്താന്നുള്ളത്, അന്ന് പരമശിവ മാഷ് വന്നിട്ട് ഈ കോൺവെന്റിലുള്ള പെൺകുട്ടികളെ ഒരു പാട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു. എനിക്കിപ്പോഴും ആ പാട്ടിന്റെ ട്യൂൺ ഓർമ്മയുണ്ട്. താരിന തന്നിന തന്നിനാന നന്നാനിന ഹേ താനിന താനിന തന്നിനാന തന്നാന ഹേ താനിന തന്നാന തന്നിനാന നന്നാന തട്ടിക്കല്ലേ തട്ടിക്കല്ലേ അതിന് അവര് ഇതോടിട്ട് ഇരിഞ്ഞാലെ കൂടെ കരിഞ്ഞിട്ടുപോയി. ഇതാണ് ഡാൻസ് എന്ന് അവർക്ക് മനസ്സിലായി. അതിന് ശേഷം ഈശോ ആ പരിപാടി ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ ഇതെനിക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടായത് ഈ കുട്ടികളുടെ ഇത്രയും എനർജറ്റിക് ആയുള്ള ആ ചാട്ടവും ഓട്ടവും ഈ മറച്ചിലൊക്കെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി നീ ഒരു കളരിയാണ് അല്ലേ? കളരിയാ. വലിയ റിസ്ക് പിടിച്ചിട്ടുള്ള ചാട്ടങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടാ. ഓക്കെ ഓക്കെ, നന്നായി. താങ്ക് യു. മധുവങ്ങളെ, ഒരു കാര്യം അറിയാം, എല്ലാരും കേട്ടോണം. ഒരു കാര്യം അറിയോ? അമ്മു എന്തുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഡാൻസ് അറിയാവുന്നുണ്ടോ? ഡാൻസ് അറിയാവുന്നുണ്ടോ? നിനക്കറിയാവോ? എനിക്കറിയാം. എന്താണ് കാരണം? ചോദിച്ചു നോക്ക്. എന്താണ് അമ്മു കാരണം? 6-ാം വയസ്സില് ചേച്ചി ഒരു പ്രൈസ് കൊടുത്തു. അതാണ് അതാണ് കാര്യം. ഒരു കാര്യം, എവിടെ എത്തേണ്ട കുട്ടിയായിരുന്നു. ഇപ്പൊ എന്താ ഒരു കുഴപ്പം? ഇപ്പൊ ടോപ്പ് സിംഗറിലും മ്യൂസിക് ഉത്സവിൽ വന്ന് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയില്ലേ? അപ്പൊ മീനൂട്ടി കൊടുത്ത പ്രൈസിന്റെ ആ ഒരു ഗുണം കൊണ്ടാണ് ഇപ്പൊ ഈ അമ്മ ഇത്ര നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും മീനു ചേച്ചിയുടെ പ്രൈസ് കൊണ്ട് ഇവള് നന്നായി. ഞാൻ ഇന്നസെന്റ് സാറിന്റെ അനുഗ്രഹം കൊണ്ട് ഞാനും അഭിരാമേ, നീ പൊളിയടാ. അതെ. ആ സന്ദർഭത്തിനനുസരിച്ച് സംസാരിച്ചു. അതെ അതെ, അതായത് നല്ല ഗ്രേസ്, നിങ്ങൾ രണ്ടുപേരുടെ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, നല്ല ഗ്രേസ് ഉണ്ട്, നല്ല അടുക്കും ചിട്ടയും ഉള്ള പോലത്തെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ചിട്ടയോട് കൂടിയുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. വളരെ നല്ല കാണുമ്പോൾ തന്നെ അത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ആനന്ദം മനസ്സിലുണ്ടാക്കുന്നുണ്ട് കാണുമ്പോൾ. എന്തായാലും നിങ്ങൾ ചില്ലറക്കാരല്ല എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നു. ഞാൻ മാത്രമല്ല, ഇത് കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിരുന്നു കേട്ടോ നിങ്ങളുടെ ഡാൻസ്. നിങ്ങളുടെ ഡാൻസിൻ്റെ ഒരു ഭംഗി ഡബിൾ സ്പീഡാണ്. അത് സാധാരണ സ്പീഡിലല്ല, ഈ ഡബിൾ സ്പീഡിലാണ് ഇത് കളിക്കുന്നത്. ഋതമൊക്കെ ഡബിൾ ചെയ്താണ് നിങ്ങൾ കളിക്കുന്നത്. അത് നല്ല ഋതം ഫോളോ ചെയ്യുന്നവർക്കും മാത്രമേ പറ്റുള്ളൂ. 2 പേരും അതിന് ഒരു സ്ഥലത്ത് പോലും സിങ്കർണൈസ് ചെയ്യാതെ മിസ് ചെയ്തിട്ടില്ല, ഒരിടത്തും മിസ് ചെയ്തിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു കാര്യം, അഭിരാം
അക്രോബാറ്റിക് ജിംനാസ്റ്റിക്സ് കഴിഞ്ഞ് ലാൻഡ് ചെയ്തിട്ട് ആ ടൈമിങ്ങിൽ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആണ്. അത് പറയാതിരിക്കാം. അത് ഒരാൾ തലകുത്തി മറിഞ്ഞു വന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ തലകുത്തി മറിഞ്ഞ് നിൽക്കുമ്പോഴും ആ താളം ഫോളോ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആ താളത്തിലേക്ക് വന്ന് കയറി വീണ്ടും നിങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്യുന്ന ആ 1-2 മൂമെന്റ്സ് അതിഗംഭീരമാണ്. നല്ല ഭാവിയുണ്ട്. പിന്നെ ഇന്നസെന്റ് ഏട്ടൻ പാടിയ പാട്ട് കേട്ടില്ലേ? ഇന്നസെന്റ് ഏട്ടൻ ഭയങ്കര പാട്ടുകാരനാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു അത്രേ ഉള്ളൂ. ആ പാട്ടുകാരനാകാത്തത് കൊണ്ട് നടനായതാണ് അല്ലേ? സൈഡില് അല്ലേ ഇന്നസെന്റ് സൈഡ്. പിന്നെ ഡാൻസും ഒക്കെ ഇന്നസെന്റ് ഏട്ടനും പറ്റുമായിരുന്നു. പക്ഷെ പുള്ളി അത് വേണ്ടാന്ന് വെച്ചു. കാരണം പ്രഭുദേവൊക്കെ ഇങ്ങനെ അല്ലേ, അവരൊക്കെ പ്രഭുദേവനെ പേടിച്ചിട്ടല്ല, വയ്യ സകലകലാവല്ലഭനാണ്. അപ്പൊ ഇന്നസെന്റ് ഏട്ടന്റെ ചില പാട്ടുകൾ ഇപ്പൊ പാടിയില്ലേ, ഇതുപോലെ ഒരുപാട് പാട്ടുകൾ ഇന്നസെന്റ് ഏട്ടന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ടി വിയിൽ. അതിനകത്ത് ഒരു സീനില് ഹാർമോണിയം വായിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ എന്തെങ്കിലും പാടാം, എന്തെങ്കിലും ഒരു പാട്ട് അവിടെ പറഞ്ഞു. അപ്പൊ ചേട്ടാ ഒരു പാട്ട് പാടാവോ എന്ന് ചോദിച്ചു. അവിടെ എന്തെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം, നമുക്കത് ഓർക്കസ്ട്ര കൊടുത്ത് പിന്നെ അത് ശരിയാക്കാം. ചേട്ടൻ എന്തെങ്കിലും അതുപോലെ, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോകുന്നു. അപ്പൊ തന്നെ ചേട്ടൻ ഒരു ഓർമ്മ. നിറപറയും ദീപവുമായി എതിരേൽക്കാം ഞങ്ങൾ, താളമേളമോടെ നിന്നെ എതിരേൽക്കാം ഞങ്ങൾ. നിറപറയും ദീപവുമായി എതിരേൽക്കാം ഞങ്ങൾ, താളമേളമോടെ നിന്നെ എതിരേൽക്കാം ഞങ്ങൾ, എതിരേൽക്കാം ഞങ്ങൾ. അതാണ് ആ പാട്ട്. അപ്പൊ ഈ പാട്ട് ഇതിന്റെ സിറ്റുവേഷൻ പുള്ളി നാടകത്തിലൊരു പാട്ട് കമ്പോസ് ചെയ്യുന്നതായിട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ ആ സീക്വൻസിലേക്ക് മുകേഷിന്റെ അമ്മ കയറി വരുന്നുണ്ട്. മുകേഷ് ഓടി വന്നിട്ട് അയ്യോ അമ്മേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട്, അമ്മ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇന്നസെന്റ് ഏട്ടൻ അതേ പാട്ട് ഒന്നുകൂടി പാടും. അപ്പോൾ അതിന്റെ സ്പീഡ് മാറ്റും അല്ലെ, ഡബിൾ സ്പീഡിലാണ് പിന്നെ പാടുന്നത്. അതുപോലെ പിന്നെ കഥാപ്രസംഗം, ഗൾഫിലെ കഥാപ്രസംഗം. അല്ല, എനിക്കതൊരു ഭയങ്കര അനുഭവമാണ്. പണ്ട് കാലത്ത് വീട്ടില് തമാശയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ് ഈ കഥാപ്രസംഗം. അന്ന് നമുക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനൊരു സാധനം ഉണ്ട്, സ്റ്റേജിലൊന്നും അവതരിപ്പിച്ചിട്ടില്ല, എന്നാ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട വഴിക്ക് അവര് ചിരി ഒടുങ്ങി. അപ്പോഴാണ് അത് തരക്കിടില്ലല്ലോ എന്ന് തോന്നിയത്. പിന്നെയാണ് നമ്മൾ അത് കൊണ്ടുപോയി വിറ്റു. അത്രേ ഉള്ളൂ. അതൊന്ന് പാടി കേൾപ്പിക്കോ ഇവിടെ? അത് കൊറേ പാടി ഞാൻ കേട്ടിട്ടില്ല. അത് എത്ര കേട്ടാലും മതിയാവില്ല. കുട്ടികൾ പറയാല്ലേ ചേട്ടാ ഒന്നുകൂടി ആവട്ടെ. അല്ല, അത് പാടാം, പക്ഷെ പ്രൈസ് കൊടുക്കണം. പ്രൈസ് ഉണ്ടോ കയ്യില്? പ്രൈസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. കഥാപ്രസംഗാണ്. ശരി. ഓലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി, ഓലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പക്ഷേ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ അത് കൈതോലയല്ല, പിന്നെയോ സാക്ഷാൽ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. അപ്പൊ കുറച്ചു പേർക്ക് ഒരു സംശയം ഉണ്ടായേക്കാം, ഓല എങ്ങനെ ഉണ്ടായിന്ന്. അതാണ് പറയുന്നത്, മൂത്ത് വിളഞ്ഞ നാളികേരമെടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമയോട് കൂടെയുള്ള തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. അത്ര മതി. ഈ മാസ്റ്റർ പ്രസന്റ് സൈലം മ്യൂസിക് ഉത്സവിൽ സംഗീത സാന്ദ്രമായ വർണ്ണസന്ധിയിലേക്ക് കുഞ്ഞുപാട്ടിന്റെ കൊഞ്ചലുമായി നമ്മുടെ കൊച്ചു പാട്ടുകാരെത്തുന്നു. വെൽക്കം